ഹലോ, ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. ഇന്ന് യഥാർത്ഥത്തിൽ എന്താണ് റേപ്പ് എന്നും റേപ്പിന് കൺസെന്റിന്റെ ആവശ്യമുണ്ടോ, ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വിവാഹിതരല്ലാത്ത ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഏത് തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പും റേപ്പ് ആണെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരു സ്ത്രീയെ ഒന്നിൽ കൂടുതൽ തവണ റേപ്പ് ചെയ്യാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, റേപ്പുമായി ബന്ധപ്പെട്ട നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിശ്വാസങ്ങളും വിചാരങ്ങളും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം തന്നെ യഥാർത്ഥത്തിൽ എന്താണ് റേപ്പ് എന്ന് നോക്കാം. BNS സെക്ഷൻ 63 റേപ്പ് എന്താണെന്ന് പറയുന്നത്. സെക്ഷൻ 63 വിശദീകരിക്കുന്ന ഇത്തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് റേപ്പ് ആവുകയെന്ന് നിയമം പറയുന്നു. ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അവളുടെ ആഗ്രഹത്തിനെതിരായി ഇത്തരത്തിലൊരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അത് റേപ്പാണ്. രണ്ട്, അവളുടെ സമ്മതമില്ലാതെ ഇത്തരത്തിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് നടത്തുകയാണെങ്കിൽ അത് റേപ്പാണെന്ന് പറയുന്നു. മൂന്നാമത്, 18 വയസ്സിൽ താഴെയുള്ള വ്യക്തികളുമായാണ് ഇത്തരത്തിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് നടന്നിട്ടുള്ളതെങ്കിൽ അവരുടെ സമ്മതം ഉണ്ടായാലും ഇല്ലെങ്കിലും അത് റേപ്പ് തന്നെയാണെന്ന് പറയുന്നു. നാലാമത്, അവൾക്ക് സമ്മതം നൽകാൻ അവൾക്ക് കഴിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ്, അത്തരത്തിലൊരു അവസ്ഥയിലുള്ള ഒരു സ്ത്രീയുമായി സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണെങ്കിൽ അതും റേപ്പാണെന്ന് പറയുന്നു. ഇനി ഇതില് സമ്മതമില്ലാതെ എന്നുള്ളതിന് പ്രത്യേകമായി നിയമത്തിൽ എടുത്തു പറയുന്നു. ഒരു സ്ത്രീ മരണഭയമോ ദേഹത്ത് മുറിവേൽക്കുമോ എന്നുള്ള ഭയമോ ഉള്ളതുകൊണ്ടാണ് സമ്മതം നൽകിയിട്ടുള്ളതെങ്കിൽ അത്തരം സമ്മതമല്ലെന്ന് പറയുന്നു. ഒരു സ്ത്രീയുമായി ഒരു പുരുഷൻ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ ഒരുങ്ങുമ്പോൾ ആ പുരുഷനറിയാം ഞാൻ ഈ സ്ത്രീയുടെ ഭർത്താവല്ലെന്ന്. എന്നാൽ ആ സ്ത്രീയെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ബന്ധത്തിൽ ഏർപ്പെടുക. ആ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് ആ സ്ത്രീ സമ്മതം നൽകിയിട്ടുള്ളതെങ്കിൽ അതൊരു സമ്മതമല്ലെന്ന് നിയമത്തിൽ പറയുന്നു. ഇനി ഒരു സ്ത്രീക്ക് മയക്കുമരുന്ന് പോലെ എന്തെങ്കിലും ഒരു ലഹരി കൊടുത്ത് ഇനി ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരിക, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ സമ്മതം കൊടുത്താൽ അത് സമ്മതമാവുകയില്ലെന്നാണ് നിയമം പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള കൺസെന്റിനെ കുറിച്ച് കോടതിയിൽ തന്നെ ഒരുപാട് വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ അത്തരത്തിലുള്ള കേസുകളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ 2012 ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ബേബി ഓയം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു കേസിൽ കോടതി പറയുന്നത് ഒരു സ്ത്രീ ഒരിക്കലും സ്വന്തം അഭിമാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കള്ളക്കഥയുമായി ഒരു പുരുഷനെതിരെ വരില്ലെന്നതാണ് അന്ന് കോടതി കണ്ടെത്തിയത്. എന്നാൽ 2013 4 കേസുകളിൽ ഇതിന് വ്യത്യസ്തമായി കോടതി ചില തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. അതൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. മുഹമ്മദ് ഇക്ബാൽ ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ് എന്ന കേസിൽ കോടതി പറഞ്ഞത് ഒരു സ്ത്രീ ചിലപ്പോൾ സദാചാര ശുദ്ധി ഇല്ലാത്തവളായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് പതിവാക്കിയവളായിരിക്കാം, എങ്കിലും ആ ഒരു സ്വഭാവ ദൂഷ്യം അവളെ റേപ്പ് ചെയ്യാനുള്ള ലൈസൻസ് ആകുകയില്ല എന്നാണ് കോടതി ഈ കേസിൽ പറഞ്ഞത്. അവിടെയും സ്ത്രീയെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു വിധി വന്നെങ്കിലും പിന്നീടുള്ള 3 കേസുകളിൽ ഇത് കുറച്ച് മാറ്റം വന്നതായി നമുക്ക് കാണാം. പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ കേസിൽ വിവാഹമോചനം നേടിയ ഒരു പെൺകുട്ടിയായിരുന്നു അതിലെ വിക്ടിം. അതില് അന്നത്തെ വിക്ടിമിന്റെ മൊഴി അനുസരിച്ച് പ്രതി ഇത്തരം ഒരു റിലേഷൻഷിപ്പിനെ തന്നെ നിർബന്ധിച്ചിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല, വിക്ടിം അതിനെ ചെറുത്തിട്ടില്ല, തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടില്ല എന്നായിരുന്നു വിക്ടിമിന്റെ മൊഴി. പല സന്ദർഭങ്ങളിലും പ്രതിയുമൊത്ത് കാറിൽ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടെന്നും ഈ കേസിലെ വിക്ടിം സമ്മതിക്കുകയുണ്ടായി. ഇതോടെ വിക്ടിം ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിന് മനസ്സോടെ സമ്മതിച്ചിട്ടുണ്ടെന്ന് കോടതി തന്നെ കണ്ടെത്തുകയായിരുന്നു. അത്തരത്തിലൊരു റേപ്പ് കേസ് നിലനിൽക്കുകയില്ലെന്നായിരുന്നു അന്ന് കോടതി കണ്ടെത്തിയത്. ഇതുപോലെ മറ്റൊരു കേസിൽ 2013 തന്നെ മറ്റൊരു കേസിൽ ഒരു സ്ത്രീക്ക് ഇത്തരം കടന്നാക്രമണങ്ങൾ ചെറുക്കാൻ കഴിവുണ്ടായിട്ടും ഇച്ഛാപൂർവം വഴങ്ങിയാൽ പിന്നീട് എത്രമാത്രം വിഷമത്തോടെയാണ് ഞാൻ വഴങ്ങിയതെന്ന് കോടതിയിൽ വന്ന് പറഞ്ഞാലും കാര്യമില്ലെന്നും അത് സമ്മതമായി തന്നെ പരിഗണിക്കുമെന്നാണ് ജോസ് തെറ്റയിൽ എന്ന കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കോടതികൾ വളരെ ശ്രദ്ധയോടെയും പ്രായോഗികതയോടെയും കേസുകൾ കൈകാര്യം ചെയ്യണമെന്നാണ് അന്ന് കോടതി പറഞ്ഞത്. തെറ്റായ ഒരു ആരോപണം വെച്ച് കോടതിക്ക് ഒരിക്കലും നടപടികൾ തുടങ്ങാനാവില്ലെന്ന് പോലും അന്ന് കോടതി പറഞ്ഞിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കേസിൽ ദീപക് ഗുലാത്തി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്ന കേസിലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതി പറഞ്ഞത്. ബലാത്സംഗവും സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കേസിൽ പറഞ്ഞത്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് റേപ്പ് ചെയ്തതായിരുന്നു ഈ കേസ്. എന്നാൽ കോടതി ആ കേസിൽ കണ്ടെത്തിയത് വിവാഹ വാഗ്ദാനം കൊണ്ട് മാത്രമല്ല, പ്രതിയോടുള്ള പ്രണയം കൊണ്ടും വികാര ആവേശം കൊണ്ടും വിക്ടിം ഈ റേപ്പിന് സമ്മതിച്ചു എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയത്. പ്രതി അവളെ തെറ്റിദ്ധരിപ്പിച്ചത് മാത്രമായിരിക്കില്ല, മുൻകൂട്ടി കാണാനാവാത്ത ചില കാരണങ്ങൾ കൊണ്ട് പ്രതിക്ക് ഇരയെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലെന്ന് വരാം. അങ്ങനെയുള്ള കേസുകൾ വ്യത്യസ്തമായി പരിഗണിക്കണമെന്നുമാണ് കോടതി പറഞ്ഞത്. ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താം. പ്രണയമോ പ്രലോഭനമോ വിവാഹ വാഗ്ദാനമോ എന്ത് തന്നെ നൽകിയാലും
ഒരു സ്ത്രീ തന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, തന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിന് സമ്മതിക്കുന്നത് ഒരിക്കലും റേപ്പ് ആവില്ലെന്ന കൺക്ലൂഷനിൽ നമുക്ക് എത്താവുന്നതേ ഉള്ളൂ. ഇതാണ് വിജയമെന്ന് പോസ്റ്റർ ഇടുന്ന പെൺകുട്ടികൾ ആലോചിക്കാം. ഇത്തരത്തിലുള്ള പുരുഷന്മാരുടെ വലയിൽ പെടാതിരിക്കാനായി ശ്രദ്ധിക്കാം. കാരണം ഇതൊരു വിജയമല്ലെന്ന് പിന്നീട് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി സ്ത്രീകളെക്കാൾ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരായിരിക്കും. കാരണം ഇത്തരത്തിലൊരു കേസ് നിലനിൽക്കുമോ അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് കേസ് ആണോ എന്നൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിലൊരു പരാതി കിട്ടിയാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു തടസ്സവും എവിടെയും പറയുന്നില്ല. ആ കേസ് തീരുന്നത് വരെ അതൊരു റേപ്പ് കേസാണ്. അതിലുൾപ്പെട്ട ആ പുരുഷൻ റേപ്പ് കേസിലെ പ്രതിയുമാണ്. അതുകൊണ്ട് പുരുഷന്മാരാണ് കൂടുതൽ ജാഗ്രതയായി ഇരിക്കേണ്ടതെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.